വാരണാവതത്തിൽ പാണ്ഡവർക്ക് താമസിക്കാൻ പറ്റിയ ഒരു കൊട്ടാരം പണിയിക്കുവാനുള്ള ചുമതല ദുര്യോധനൻ ഏറ്റെടുത്തു. ദുര്യോധനന്റെ ചാരന്മാരിൽ പ്രധാനിയും ഏറ്റവും വിശ്വസ്തനുമായ ഒരാളാണ് പുരോചനൻ. എന്തു ക്രൂരകൃത്യവും ചെയ്യാൻ മടിയില്ലാത്ത പുരോചനെയാണ് ഹസ്തിനപുരത്തിലെ പാണ്ഡവന്മാരുടെ കാര്യങ്ങളെല്ലാം നോക്കുവാൻ ഏർപ്പാട് ചെയ്തത്. അവിടെ ദുര്യോധനന്റെ നിർദ്ദേശപ്രകാരം അതിമനോഹരമായ ഒരു മാളിക പണിതു. നല്ല അടച്ചുറപ്പുള്ള ആ മണിമാളിക എളുപ്പത്തിൽ തീപിടിക്കാവുന്ന ചണയും ചെഞ്ചരിയും നെയ്യും എണ്ണയും അരക്കും ഒക്കെ മണ്ണിൽ ചേർത്ത് കുഴച്ച് അതുകൊണ്ടുണ്ടാക്കിയതായിരുന്നു. ആർക്കും സംശയം തോന്നാത്ത വിധത്തിൽ പുറമെല്ലാം മനോഹരമായി അലങ്കരിച്ചിരുന്നു. ഭംഗിയേറിയ സിംഹാസനങ്ങൾ, മൃദുമെത്തകൾ, വാഹനങ്ങൾ മുതലായവയൊക്കെ അത് രാജോചിതമായ രീതിയിൽ തന്നെ പണിയെടുപ്പിച്ചിരുന്നു. അവിടെ കുന്തി പുത്രന്മാരും സന്തോഷത്തോടെ ഉല്ലാസമായി കഴിയുന്ന കാലത്ത് ഒരു ദിവസം രാത്രി ആരും അറിയാതെ ആ അരക്കില്ലത്തിന് തീ കൊടുത്ത് പാണ്ഡവന്മാരെ നാമാവശേഷമാക്കണമെന്നായിരുന്നു നമ്മുടെ ദുര്യോധനൻ പുരോചനന് കൊടുത്തിരുന്ന നിർദ്ദേശം. യാദൃശ്ചികമായി കൊട്ടാരം തീ പിടിച്ച് പാണ്ഡവന്മാർ മരിച്ചുപോയാൽ ആർക്കും സംശയം ഉണ്ടാവാനിടയില്ലല്ലോ. ദുര്യോധനന്റെ ഹിതമനുസരിച്ച് ആ കാര്യം നിറവേറ്റി കഴിഞ്ഞാൽ തനിക്ക് കിട്ടാവുന്ന അനർഘങ്ങളായ സമ്മാനങ്ങളെ പറ്റി സ്വപ്നം കണ്ട് പുരോചനും സന്തോഷിച്ചു. ദുര്യോധനന്റെ നിർദ്ദേശപ്രകാരം എല്ലാം നിർവഹിക്കുകയും ചെയ്തു. അങ്ങനെ പ്രാജ്ഞനും സൂക്ഷ്മബുദ്ധിയുമായ വിതുരൻ ദുര്യോധനന്റെ ദുരുദ്ദേശമെല്ലാം മനസ്സിലാക്കി ധർമ്മപുത്രർക്ക് മുന്നറിയിപ്പ് നൽകി. പുരോചനൻ ദുര്യോധനന്റെ വിശ്വസ്ത മിത്രമാണെന്നും അവനെ പ്രത്യേകം സൂക്ഷിക്കണമെന്നും വിതുരൻ ഉപദേശിച്ചു. പാണ്ഡവന്മാർ യാതൊരു സംശയം തോന്നാത്ത വിധത്തിൽ വാരണാവതത്തിൽ പുരോചനോട് കൂടി ചെന്ന് താമസം തുടങ്ങി. കൊട്ടാരത്തിൽ പ്രവേശിച്ചപ്പോൾ തന്നെ ധർമ്മപുത്രർക്ക് ഗൃഹനിർമ്മാണത്തിന്റെ ഉപയോഗിച്ചിരിക്കുന്ന വസ്തുക്കളെ തിരിച്ചറിയാൻ കഴിയും. ഈ ജന്തുഗൃഹത്തിൽ വെച്ച് തങ്ങളെയെല്ലാം ചുട്ടരിക്കുകയാണ് പുരോചനന്റെ പരിപാടിയെന്ന് മനസ്സിലാക്കി ഭീമസേനോട് എന്ത് ചെയ്തു? വിവരമെല്ലാം പറഞ്ഞു. അവിടെ നിന്ന് ഉടൻ മാറിപ്പോകണമെന്നും ഭീമൻ അഭിപ്രായപ്പെട്ടുവെങ്കിലും അത് ബുദ്ധിപൂർവകമല്ലെന്നും ആരും അറിയാതെ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് വേണ്ടതെന്നും ധർമ്മപുത്രർ പറഞ്ഞു ഭീമനെ സമാധാനിപ്പിക്കുകയാണ് ചെയ്തത്. രക്ഷപ്പെടുവാനുള്ള മാർഗം ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വിതുരൻ അയച്ച ഒരു കനകൻ അവിടെ വന്നു ചേർന്നത്. ആരും അറിയാതെ അരക്കില്ലത്തിൽ നിന്നും പോയി അടുത്തുള്ള കാട്ടിൽ എത്തിച്ചേരുവാനുള്ള ഒരു ഗുഹ പണിയുവാൻ വിതുരൻ തന്നെ അയച്ചിരിക്കുകയാണെന്ന് ഈ കനകൻ പറഞ്ഞു. ഈ വാക്ക് കേട്ട് എല്ലാവരും സന്തോഷിച്ചു. ധർമ്മപുത്രന്റെ നിർദ്ദേശമനുസരിച്ച് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ കനകൻ എന്ത് ചെയ്തു? അരക്കില്ലത്തിനുള്ളിൽ ഭൂമി ഒഴിച്ച് ഒരു ഗുഹാമാർഗം നിർമ്മിച്ചു. അങ്ങനെ ഒരു മാർഗമുണ്ടെന്ന് അറിയാൻ വയ്യാത്ത വിധം അതിന്റെ പ്രവേശന ദ്വാരം മറയ്ക്കുകയും ചെയ്തു. പുരോചനന് യാതൊരു സംശയം തോന്നാത്ത വിധം ഈ കാര്യങ്ങളെല്ലാം നിർവഹിച്ച് കനകൻ മടങ്ങിപ്പോയി. ആ ഗുഹയിൽ കൂടി ആരും അറിയാതെ അടുത്തുള്ള വനാന്തരത്തിൽ പോയി രക്ഷപ്പെടുവാനുള്ള മാർഗമുണ്ടെന്നറിഞ്ഞ ഭീമനും സന്തുഷ്ടനായി. അങ്ങനെ പുരോചനൻ തന്റെ മനോഭാവം ഒന്നും പുറത്തു കാണിക്കാതെ ഒരു വിശ്വസ്ത വൃദ്ധനെ പോലെ അവിടെ പെരുമാറി. വാരണാവതത്തിൽ തന്നെയാണ് അയാളുടെ വീട്. എങ്കിലും പാണ്ഡവന്മാരുടെ ആ ഗൃഹത്തിൽ തന്നെ താമസമാക്കി. പാണ്ഡവന്മാരും അതുപോലെ തന്നെ യാതൊരു ആവശ്യങ്ങൾ ഏത് സമയത്തും നിർവഹിച്ചു കൊടുക്കാൻ എന്ന പോലെ എന്ത് ചെയ്തു? നായട്ടിനായി പോകും. വൈകുന്നേരം അവർ മടങ്ങി വന്ന് വളരെ പ്രസന്ന സംശയവും ഉണ്ടാകാത്ത രീതിയിൽ പകലെല്ലാം കാഴ്ച കാണുവാനും അതുപോലെ തന്നെ ചിത്ര പോലെ ഒന്നും അറിയാത്ത പോലെ ഉറങ്ങാൻ കിടക്കും. എന്നാൽ രാത്രി അവർക്ക് സത്യത്തിൽ പറഞ്ഞ ഉറക്കമേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ചു കാലം അവരവിടെ കഴിച്ചുപോയി. ദുര്യോധനും ചാരന്മാരും മുഖാന്തരം വിവരമെല്ലാം അപ്പ അറിയാറുണ്ട്. ഇനി പാണ്ഡവന്മാരെ നശിപ്പിക്കുവാൻ അധികം താമസിപ്പിക്കേണ്ട ആവശ്യമില്ലെന്നും തീർച്ചപ്പെടുത്തി അടുത്ത കൃഷ്ണപക്ഷത്തിലെ ചതുർദശി ദിവസം ആരും അറിയാതെ ആർക്കും സംശയമുണ്ടാകാത്ത വിധത്തിലും അരക്കില്ലത്തിന് തീ കൊടുക്കുക. ഇതായിരുന്നു ദുര്യോധനന്റെ ലക്ഷ്യം. ദുര്യോധന്റെ ഗൂഢമായി പുരോചനനെ ഈ ഒരു കാര്യം അറിയിച്ചു. പുരോചനൻ എന്ത് ചെയ്തു? പാണ്ഡവന്മാരുടെ ഗുണകാംക്ഷ എന്ന നിലയിൽ സന്തോഷം അഭിനയിച്ചുകൊണ്ട് കൃഷ്ണപക്ഷ ചതുർദശിയും കാത്തിരിപ്പായി. അങ്ങനെ പാണ്ഡവന്മാരുടെ കാര്യത്തിൽ എപ്പോഴും ശ്രദ്ധയോടുകൂടിയിരിക്കുന്ന വിതുരൻ ഈ വാർത്ത അറിഞ്ഞ് ഒരു ദൂതനെ ഗൂഢമായി പാണ്ഡവന്മാരുടെ അടുത്തേക്ക് അയച്ചു. അവൻ ധർമ്മപുത്രരോട് പറഞ്ഞു, അടുത്ത ചതുർദശി ദിവസം പുരോചനൻ ഈ ഗ്രഹം അഗ്നിയിരയാക്കാൻ തീർച്ചപ്പെടുത്തിയിട്ടുള്ള വിവരം നിങ്ങളെ അറിയിക്കുവാൻ വിതുരൻ എന്നെ പറഞ്ഞയച്ചിരിക്കുകയാണ്. അന്ന് നിങ്ങൾ സൂക്ഷിച്ചിരിക്കും അമ്മയോട് കൂടി ഈ കനകം പണിത് ഗുഹാധാരത്തിലൂടെ രക്ഷപ്പെടുകയും വേണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ ഗ്രഹം ചുട്ടരിച്ച് നിങ്ങളെല്ലാവരെയും നശിപ്പിക്കണമെന്നതാണ് ദുര്യോധനന്റെ ഉദ്ദേശമെന്നും പാണ്ഡവന്മാർ ഇത് കേട്ട് ഭാവി കാര്യങ്ങൾ ആലോചിച്ചു തീർച്ചപ്പെടുത്തി. അവർ പുരോചനോട് പൂർവാധികം വിശ്വാസത്തോടെയും അതുപോലെ തന്നെ സന്തോഷത്തോടും കൂടി പെരുമാറി. ചതുർദശിക്ക് 3-4 ദിവസം കൂടിയുള്ളപ്പോൾ ഒരു ദിവസം യുധിഷ്ഠിരൻ അനുജന്മാരെ വിളിച്ചു പറഞ്ഞു, നമ്മൾ വളരെ വിശ്വസ്തരാണെന്ന് ഭാവിയ പുരോചനൻ വിചാരിക്കുന്നു. 4 ദിവസം കഴിഞ്ഞാൽ അവൻ നമ്മളെ ദഹിപ്പിക്കുവാൻ കാത്തിരിക്കുകയാണ്. എന്നാൽ അതിനു മുമ്പ് തന്നെ അവനെ വഞ്ചിച്ച് നമുക്കിവിടെ നിന്ന് രക്ഷപ്പെടണം.
ഈ വീടും ആയുധപുരയും തീ വയ്ക്കണം. അതിൽ പുരോചനും വെന്തു പോകണം. ആ നിലയിൽ വേണ്ട ഏർപ്പാടുകൾ നാം ചെയ്യണം. ജ്യേഷ്ഠ നിശ്ചയം ഭീമസേന വളരെ ഇഷ്ടമായി. പുരോചനെ കത്തി അമരുന്നത് നമുക്ക് തന്നെ പുരോഹിതൻ നമുക്ക് തന്നെ കാര്യം നടത്താമല്ലോ എന്നായി ഭീമൻ പറഞ്ഞു. ഒരു ദിവസം കുന്തി ദേവി ഒരു ബ്രാഹ്മണ ഭോജനം നടത്തുവാൻ തീർച്ചപ്പെടുത്തി. എന്ന് വെച്ചാൽ ബ്രാഹ്മണനെ വിളിച്ചുകൊണ്ടി ആഹാരം കൊടുക്കാൻ തീർച്ചപ്പെടുത്തി. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്തു. അനേകം ബ്രാഹ്മണർ സ്ത്രീ സമേതരായി വന്ന് സുഖമായി ഭക്ഷണം കഴിച്ച് പാണ്ഡവന്മാരെ അനുഗ്രഹിച്ച് മടങ്ങിപ്പോയി. അവസാനമാണ് ഒരു വേടത്തിൽ തന്റെ 5 മക്കളോടുകൂടി വന്നത്. കുന്തി ദേവി അവർക്ക് ഭക്ഷണം കൊടുത്തു. സമയം രാത്രിയായാലും അവർ അന്ന് അവിടെ തന്നെ കിടന്നുറങ്ങുവാൻ തീർച്ചപ്പെടുത്തി. ഭീമസേനൻ അന്ന് യാതൊരു സംശയം കൂടാതെ തോന്നാതിരിക്കാൻ പുരോചന്റെ കൂടെ തന്നെയാണ് അടുത്ത് തന്നെ കിടന്നുറങ്ങി. നേരം അർദ്ധരാത്രി. പുരോചനും കാട്ടാളത്തെയും കുട്ടികളുമെല്ലാം ഗാഠനിദ്രയിലാണ് കൂർക്കം വലിച്ചുറങ്ങുന്നു. അന്ന് പൊതുജനങ്ങളെയെല്ലാം നേരത്തെ തന്നെ വീടുകളിലേക്ക് പറഞ്ഞയച്ചിരുന്നു. തന്റെ പ്രയോഗങ്ങളാ ശുദ്ധഹൃദയരായ കുമാരന്മാർക്ക് മനസ്സിലാക്കാൻ കഴിവില്ലെന്ന് പൂർണ്ണമായി വിശ്വസിച്ച് യാതൊരു സംശയം കൂടാതെ സുഖമായി ഉറങ്ങുന്ന പുരോചനും വേടത്തെയും 5 കുട്ടികളുമല്ലാതെ പുറമെ ആരും തന്നെ കൊട്ടാരത്തിലുണ്ടായിരുന്നു. നേരം 1 മണി. ഭീമസേന എന്ത് ചെയ്തു? പതുക്കെ എഴുന്നേറ്റ് അമ്മയും സഹോദരന്മാരെയും ഉമ്മയെ പറഞ്ഞ് ഏർപ്പാട് ചെയ്യുന്നത് പോലെ എന്ത് ചെയ്തു? ഗുഹാധാരത്തിൽ കൊണ്ട് പോയി നിർത്തി. അരക്കില്ലത്തിന്റെ അടുത്തുണ്ടായിരുന്ന ആയുധപുരയ്ക്ക് അരക്കില്ലത്തിന്റെ 4 ആയുധപുരയ്ക്കും അതുപോലെ തന്നെ അരക്കില്ലത്തിന്റെ 4 മൂലകൾ ഒരേ സമയം തീ കൊടുത്തു. അമ്മയും സഹോദരന്മാരെയും കൂട്ടി ഗുഹയിലിറങ്ങി ഗുഹാധാരം ഭദ്രമായി അടച്ച് ഭീമസേന അന്ധാകാരപ്രദമായ ഗുഹാമാർഗത്തിലൂടെ നടക്കാൻ തുടങ്ങി. വലിയ പൊട്ടിത്തെറിയോടുകൂടി തീ കത്തി ആളുന്നത് കണ്ട് നാട്ടുകാരെല്ലാം ചെയ്തു ഉണർന്ന് കൂട്ട നിലവിളിയായി. പക്ഷെ ആർക്കും ആ സമയത്ത് ഒന്നും ചെയ്യുവാൻ സാധിച്ചില്ല. രാവിലെ തീയെല്ലാം കെട്ടാറിയതിനു ശേഷം പോയി നോക്കിയപ്പോൾ ഒരു ഭാഗത്ത് ഒരു സ്ത്രീയുടെയും 5 മക്കളുടെയും അതുപോലെ തന്നെ ശവങ്ങൾ കത്തിയരിഞ്ഞ് കിടക്കുന്നതാണ് അവർ കണ്ടത്. മറ്റൊരു ഭാഗത്ത് പുരോചനന്റെയും അതുപോലെ തന്നെ കത്തിക്കരിഞ്ഞ ശവശരീരം. സ്ത്രീയും 5 മക്കളും അതുപോലെ തന്നെ കുന്തി ദേവിയും പാണ്ഡവന്മാരെയും നാമാവശേഷമാക്കുവാൻ കൗരവന്മാർക്ക് ദുര്യോധന്റെ ചതിപ്രയോഗമാണ് ഈ ദുഷ്പ്രവൃത്തി കൊണ്ട് സാധിച്ചു എന്നവർ മനസ്സിലാക്കി. വലിയ കഷ്ടമായെന്നും പറഞ്ഞു എല്ലാവരും ആർത്തനാദം മുഴക്കി നിലവിളിച്ചു. അവസാനം ഉടനെ ഹസ്തിനപുരത്തിലേക്ക് ആളുകൾ പോയി വിവരമറിഞ്ഞു. ധൃതരാഷ്ട്രർ, ഭീഷ്മർ മുതലായവർ വളരെ വിസ്മയിച്ചു. ദുര്യോധനൻ അതുപോലെ തന്നെ ശകുനി, കർണൻ മുതലായവരും വളരെ സങ്കടം അഭിനയിച്ചു. ഹൃദയത്തിൽ അവർക്ക് എന്താണ് സന്തോഷമായിരുന്നു ഉണ്ടായിരുന്നത്. തങ്ങളുടെ ഗൂഢതന്ത്രം ഫലിച്ചുവല്ലോ എന്നവർ സമാധാനിച്ചു. എന്നാൽ വിതുരൻ മാത്രം അധികം പ്രശംസിച്ചില്ല. പാണ്ഡവന്മാർ മരിച്ചിട്ടില്ലെന്ന് അദ്ദേഹത്തിന് അറിയാമൻ. ധൃതരാഷ്ട്രർ വേഗത്തിൽ ആളുകളെ വാരണാവതത്തിലേക്ക് അയച്ച് കുന്തിയുടെയും പാണ്ഡവന്മാരുടെ ശേഷക്രിയകളെല്ലാം യഥാവിധം നടത്തുവാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്തു. എല്ലാവരും വാരണാവതത്തിൽ പോയി കത്തി രാംബരായ ജതുഗൃഹത്തിൽ നിന്ന് ശവശരീരങ്ങൾ എടുത്ത് നിലവിളിച്ചുകൊണ്ട് അനന്തരക്രിയകൾ ചെയ്തു. ജതുഗൃഹത്തിലെ എല്ലാവരും പരിശോധിക്കുന്നിടയ്ക്ക് കനകൻ ആരും അറിയാതെ എന്ത് ചെയ്തു? ഗുഹാധാരം മുന്നിട്ട് മുറിയും ചെയ്തു. ഇത്രയുമാണ് ഈ കഥ. നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പൊ എന്തായാലും ഇതാണ് കഥ. ശരി.